ഹായ് ഡിയർ ഫ്രണ്ട്സ്, തനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചക്കര കഞ്ഞിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണിത്. അതിനുവേണ്ടി മെയിനായിട്ട് വേണ്ടത് വൻപയറാണ്. ഞാനിവിടെ 1 കപ്പ് വൻപയർ നന്നായി കഴുകിയതിന് ശേഷം 1.5 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് പച്ചരിയാണ്. ഇത് നമ്മൾ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്ന അരിയാണ്. അതൊരു 1/2 കപ്പും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1.5 കപ്പ് ശർക്കര ആണ്. ഞാനിത് ഉരുക്കിയതിന് ശേഷം അരിച്ചെടുത്തപ്പോൾ 1.5 കപ്പ് ഉള്ളതാണ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വേണ്ടത്. ആദ്യം നമുക്ക് ഈ വൻപയർ ഒന്ന് വേവിച്ചെടുക്കണം കുക്കറിൽ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് നമ്മൾ വൻപയർ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വൻപയറിൻ്റെ മുകളിൽ വേണം വെള്ളം നിൽക്കാനായിട്ട്. ഇനി ഞാനിതൊരു 3 വിസിലിന് വേവിച്ചെടുക്കുന്നുണ്ട്. പച്ചരിക്ക് അധികം വേവില്ലല്ലോ. പച്ചരി ഒരു വിസിൽ മതിയാകും പച്ചരി വേവാനായിട്ട്. അത് ഓരോ പച്ചരിയുടെ തരം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ വൻപയർ ഒരു 1/4 ഭാഗം വെന്തതിന് ശേഷം നമ്മൾ പച്ചരി ഇട്ട് കൊടുക്കാം. ഇനി അതും മീതെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പച്ചരിയുടെ വൻപയറിൻ്റെ മുകളിൽ വേണം വെള്ളം നിൽക്കാനായിട്ട്. ഈ കഞ്ഞിയിൽ ഒരുപാട് വെള്ളമൊന്നുമില്ല. ഇതൊരു സെമി തിക്കായിട്ടുള്ളൊരു കഞ്ഞിയാണിത്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ആദ്യം ഒഴിക്കരുത്. നമുക്ക് ശർക്കര ഉരുക്കി ഒഴിച്ചതും കൂടി അതിലേക്ക് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ ഒരു വിസിലിന് പച്ചരിയും വെന്തിട്ടുണ്ട്. ചില അരിക്ക് ഒരു വിസിൽ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അത് നിങ്ങളുടെ അരി അനുസരിച്ചിട്ട് വേവ് വ്യത്യാസം ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ ചിരകിയതും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒരിക്കലും. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളമൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ജീരകം, നല്ല ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചുക്ക് പൊടി ഒരു 1.5 ടീസ്പൂൺ ചുക്ക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാര്യം ഈ ചുക്കുപൊടിയും ജീരകവും ഉപ്പും എല്ലാം ചേർത്തിട്ട് നമ്മൾ ഒന്നുകൂടി ഇതൊന്ന് വേവിച്ചെടുക്കും. ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കും. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് കുറുകിയിട്ട് കറക്റ്റ് പാകത്തിനായിട്ടുണ്ടാകും. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം ഈ കഞ്ഞി ഇരിക്കാനായിട്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഈ ചക്കര കഞ്ഞി. ഇത് ഇല്ലാത്തവരൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്